26ാമത്തെ ക്വസ്റ്റ്യൻ. ഷാൽ വി കോൾ ഇറ്റ് എ ഡേ മീൻസ് ആൻസർ ഷാൽ വി സ്റ്റോപ്പ് വർക്കിംഗ്. ഓപ്ഷൻ സി ആണ്. കോൾ ഇറ്റ്, ഷാൽ വി കോൾ ഇറ്റ് എ ഡേ, ഷാൽ വി സ്റ്റോപ്പ് ദി വർക്കിംഗ്. ഐ വുഡ് റാദർ യു വെൻറ്റ് ദെയർ ടു മേക്ക് ദി എൻക്വയറി മീൻസ് ആൻസർ മൈ സജഷൻ ഈസ് ദാറ്റ് യു ഷുഡ് ഗോ ദെയർ ആൻഡ് മേക്ക് ദി എൻക്വയറി. 78ാമത്തെ ക്വസ്റ്റ്യൻ. ദ സെൻറ്റൻസ് ദാറ്റ് ഈസ് കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ്. ഐ തോട്ട് യു വുഡ് റിംഗ് ഹർ അപ്പ്. അടുത്ത 79ാമത്തെ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ഹിസ് സിഗ്നേച്ചർ സ്റ്റൈൽ സിഗ്നേച്ചർ സ്റ്റൈൽ മീൻസ് എന്താണ്? ഈ ആസ് എ യൂണിക് സ്റ്റൈൽ എന്നാണ്. 5 kilometers ഡാഷ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ആൻസർ സി ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ പദം ഏത്? സർവ്വതോമുഖം. ഓപ്ഷൻ എ ആണ്. സർവ്വതോമുഖം എന്നാണ്. താഴെ പറയുന്നവ ശരിയായത് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം ആണ്. അതായത് അസ്ഥിവാരവും പരിണത ഫലവുമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി ആൻസർ. ഒറ്റപ്പദമാക്കുക. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അർത്ഥം കണ്ടെത്തുക. ബിഫിൽസ. ഭേദിക്കാനുള്ള ആഗ്രഹമാണ് ബിഫിൽസ. ഇനി പൂങ്കുല എന്ന അർത്ഥം വരുന്ന പദം ഏത്? മഞ്ചരിയാണ്. ഓപ്ഷൻ സി. മഞ്ചരി, പൂങ്കുല. വിപരീത പദം എഴുതുക. ഖണ്ഡനം, മണ്ഡനമാണ് ആൻസർ. ഖണ്ഡനം, മണ്ഡനം. ഖണ്ഡനത്തിൻ്റെ വിപരീതമാണ് മണ്ഡനം. സമാന അർത്ഥമുള്ള പദം കണ്ടെത്തുക. കൽമഷം എന്നാൽ പാപം എന്നാണ്. കൽമഷം, പാപം. വിപരീത പദം എഴുതുക. പരദേശം, സ്വദേശം. സ്വദേശത്തിൻ്റെ വിപരീത പദമാണ് പരദേശം. പവിഴം എന്ന അർത്ഥമുള്ള പദങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ 1ഉം 4ഉം ആണ്. പ്രവാളവും വിദ്രുമവും. പിരിച്ചെഴുതുക. നന്നൂൽ. 4 + നൂലാണ് നന്നൂൽ. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്വരസന്ധിക്ക് ഉദാഹരണം. അത് ക്യാൻസൽ ചെയ്താണ്. എതിർലിംഗം എഴുതുക. സാത്വികിയാണ് ഓപ്ഷൻ. എതിർലിംഗം എഴുതുക. വിധവ, വിധുരൻ. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ദേവതമാരാണ് ആൻസർ. ഓപ്ഷൻ ബി. വചനം ഏത്? ഗുരുക്കൾ. ഗുരുക്കൾ എന്ന് പറയുന്ന പൂജക ബഹുവചനമാണ്. 96ാമത്തെ ക്വസ്റ്റ്യൻ. മേക്ക് ഹേ വൈൽ ദി സൺ ഷൈൻസ്. ആൻസർ വരുന്നത് കാറ്റുള്ളപ്പോൾ പാറ്റുക. പരിഭാഷപ്പെടുത്തുക. അഡ്ജേണിൻ്റെ അർത്ഥം എന്താണ്? പരിഭാഷ എന്താണെന്നാണ് ചോദ്യം. നീട്ടി വയ്ക്കുക. 98. ശൈലി വ്യാഖ്യാനിക്കുക. ആലത്തൂർ കാക്ക ആശിച്ചു കാലം കളയുന്ന ആൾ. ഓപ്ഷൻ സി ആണ് ആൻസർ. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി ആണ്. ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം. അടുത്ത ക്വസ്റ്റ്യൻ. കൂപമണ്ഡൂകം എന്നാൽ ലോകപരിജ്ഞാനമില്ലാത്തവൻ. ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻസ്. താങ്ക് യു.